Hi everyone, this is Rinjisha. Welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇതിനു മുന്നേ നമ്മൾ പെർസെന്റേജിന്റെ ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർസെന്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം പെർസെന്റേജിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അംശബന്ധവും അനുപാതം എന്ന് പറയുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഈ സാധാരണ മറ്റു ടോപ്പിക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്സിന്റെ ഒരു ബേസിക് ടോപ്പിക്കുകളാണ് ഏതൊക്കെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, ആവറേജ് ഒക്കെ. ഈ ഒരു ടോപ്പിക്കുകളെല്ലാം തന്നെ മറ്റു ടോപ്പിക്കുകളിൽ കയറി വരാറുണ്ട്. ഇപ്പൊ ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ റേഷ്യോ ആയിട്ട് നമുക്ക് തരും. സ്പീഡും അതുപോലെ തന്നെ ടൈമിന്റെ ഒക്കെ റേഷ്യോസ് ആയിട്ട് തരാം. അതുപോലെ തന്നെ ഏജസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും മിക്കവാറും 90% ക്വസ്റ്റ്യൻസും റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ്. റേഷ്യോ ആയിരിക്കും നമുക്ക് തരുന്നത്. അതുപോലെ ടൈം ആൻഡ് വർക്കിലായിക്കോട്ടെ, ജോമെട്രിയില്, പെർസെന്റേജിൽ തന്നെ ചിലപ്പോൾ റേഷ്യോസ് തരാറുണ്ട്. അങ്ങനെ മറ്റ് എല്ലാ ടോപ്പിക്കിലും എന്ത് ചെയ്യാറുണ്ട്, ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് കടന്നു വരാറുണ്ട്. അതുകൊണ്ടാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റേഷ്യോ ആണ്, അതായത് അംശബന്ധം. എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് റേഷ്യോ എന്താന്ന് പറഞ്ഞാല് ഒരേ യൂണിറ്റിൽ വരുന്ന രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഐറ്റംസിനെ നമ്മൾ കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്തിട്ട് അതിനെ ഫൈനലി നമ്മളൊരു A:B എന്ന് പറയുന്ന ഏറ്റവും ചെറിയ രൂപത്തിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. A:B എന്ന് പറയുന്ന രൂപം എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രൂപമായിരിക്കും. ഇതിന്റെ കോമൺ മൾട്ടിപ്പിൾസ്, രണ്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിലെ കോമൺ മൾട്ടിപ്പിൾസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അതിനെ ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതിയ A:B എന്ന് പറയുന്ന രൂപത്തിൽ എഴുതുന്നതിനാണ് റേഷ്യോ എന്ന് പറയാ. A:B എന്ന് പറഞ്ഞാല് നമ്മൾ എന്താന്ന് വെച്ചാൽ A/B ആണ്. ഓക്കെ, A:B എന്ന് പറഞ്ഞാൽ എന്താണ്, A/B ആണ്. എയും ബിയും എന്ന് പറയുന്നത് A and B എന്ന് പറയുന്നത് ടേംസ് ഓഫ് ദ റേഷ്യോ ആണ്. ഓക്കെ, ടേംസ് ആ റേഷ്യോയിലുള്ള ടേംസുകളാണ്. A എന്ന് പറയുന്ന ഒരു ടേം ആണ്, B എന്ന് പറയുന്ന ടേം ആണ്. ഇനി B:A എന്ന് തന്നാലോ, A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. B:A എന്ന് പറഞ്ഞാൽ എന്താണ്, B:A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് B/A ആണ്. ഓക്കെ, A:B എന്ന് പറഞ്ഞാൽ A/B, B:A എന്ന് പറഞ്ഞാൽ B/A. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം A:B എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഈക്വൽ ടു B:A ആണ്. ഓക്കെ, A:B എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു B:A ആണ്. ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ, അതായത് ഇൻവേഴ്സ് റേഷ്യോ എന്നാണ് പറയാ. A:B എന്ന് പറയുന്നത് അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നതാണ് B:A. അത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. അപ്പൊ ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു റേഷ്യോ എന്ന് പറയുന്നത് രണ്ടോ രണ്ടിൽ കൂടുതൽ ഐറ്റംസിനെ നമ്മൾ താരതമ്യം ചെയ്തിട്ട് അതിനെ ഫൈനലി ഒരു നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് റേഷ്യോ എന്ന് പറയാ. A:B ഈക്വൽ ടു A/B ആണ്. ഇതെന്ന് പറയുന്ന ഏറ്റവും ചെറിയ രൂപമായിരിക്കും. ഇതിലെ കോമൺ മൾട്ടിപ്പിൾസിനെ എല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന A:B എന്ന് പറയുന്ന രൂപം. ഓക്കെ, ഇനി നമ്മൾ ഈ റേഷ്യോയിൽ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു രണ്ടും സെയിം യൂണിറ്റ് ആയിരിക്കണം. രണ്ടും എന്താണ്, സെയിം യൂണിറ്റ് ആയിരിക്കണം. നമ്മൾ കമ്പയർ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഐറ്റംസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂന്ന് ഐറ്റംസിന്റെയും എന്തായിരിക്കണം, യൂണിറ്റ് സെയിം ആയിരിക്കണം. യൂണിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു kg, അതായത് പഞ്ചസാര മേടിക്കണം. നമ്മൾ നോക്കോ, ഒരു കിലോ പഞ്ചസാര മേടിക്കുകയാണ്, മറ്റേ ആള് 2 കിലോ പഞ്ചസാര മേടിക്കുകയാണ്. അതിന്റെ വേറൊരാള് 100 gram എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചസാര മേടിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ 3 യൂണിറ്റ് ഉണ്ട് അല്ലെ, ഒന്ന് 1 kg, പിന്നെ 2 kg, രണ്ടും സെയിം യൂണിറ്റ്. പക്ഷെ മൂന്നാമത് നോക്കൂ, 1000 gram എന്ന് പറഞ്ഞിട്ടാണ് എന്ത് മേടിക്കുന്നത്, സാധനം മേടിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടും സെയിം യൂണിറ്റ് ആണ്, പക്ഷെ ഇവിടെ എന്താണ്, ഗ്രാം ആണ്. ഇതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, 1:2:1000 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, മൂന്നിന്റെയും ഈ രണ്ട് ഗ്രാമും കിലോഗ്രാമും അത് സെയിം യൂണിറ്റ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കിലോഗ്രാമിനെ ഒന്നുമില്ലെങ്കിൽ ഗ്രാമിലോട്ട് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം, കിലോഗ്രാമിലോട്ട് ചേഞ്ച് ചെയ്യണം. നമുക്കറിയാം 1000 gram എന്ന് പറയുന്നത് എന്താണ്, 1 kg ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, 1 kg എന്നും 2 kg, അതുപോലെ തന്നെ 1000 ഗ്രാമിനെ 1 kg തന്നെ എഴുതാം. അപ്പൊ നമുക്ക് ഈ റേഷ്യോ എഴുതുമ്പോൾ എന്താവും, റേഷ്യോ 1 kg is to 2 kg is to 1 kg എന്ന് വരും.
ഇനി നമുക്ക് കെ ജി ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? 1:2:1 ആണ് ഫൈനൽ ആയിട്ട് വരുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് റേഷ്യോസ് കണ്ടുപിടിക്കാം. 3 ലിറ്റർ, അതുപോലെ തന്നെ 1500 ml മില്ലി ലിറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം യൂണിറ്റിനെ സെയിം ആക്കണം അല്ലെ? ഇവിടെ ലിറ്റർ ആണ്, ഇവിടെ മില്ലി ലിറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം യൂണിറ്റ് സെയിം ആക്കണം. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 മില്ലി ലിറ്റർ ആണ്. 1000 മില്ലി ലിറ്റർ ആണെന്ന് അറിയാം. അപ്പൊ 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 മില്ലി ലിറ്റർ ആയിരിക്കും അല്ലെ? 3000 മില്ലി ലിറ്റർ എന്ന് എഴുതാം. അപ്പൊ 3000 മില്ലി ലിറ്റർ ഈസ്റ്റു 1500 മില്ലി ലിറ്റർ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? മില്ലി ലിറ്ററും ക്യാൻസൽ ചെയ്യാം. ഈ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യാം. 30-ല് 2 തവണ 15 പോകും, 15-ല് 1 തവണ പോകും. അപ്പൊ എന്താണ് റേഷ്യോ എന്ന് കിട്ടി? 2:1 ആണ് റേഷ്യോ എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. 9 മാസം എന്നുണ്ട്, 1 വർഷം എന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വർഷത്തിന് മാസത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം 1 വർഷം എന്ന് പറയുന്നത് എത്രയാണ്? 12 മാസമാണെന്നുള്ളത്. അപ്പൊ എഴുതി റേഷ്യോ കാണാന്ന് പറഞ്ഞാൽ 9 മാസം ഈസ്റ്റു 12 മാസം എന്ന് കിട്ടി. ഇനി നമുക്ക് മാസവും ക്യാൻസൽ ചെയ്യാം അല്ലെ? 9, 12 എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം? 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 9-ല് 3 തവണ പോകും, 12-ല് 3 4 തവണ പോകും. അപ്പൊ 3:4 ആണ് എന്തെന്ന് പറയുന്നത്? ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റേഷ്യോസ് 2:1 എന്ന് എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി അതെന്തല്ല, ഒറിജിനൽ വാല്യൂ അല്ല അല്ലെ? 3 ലിറ്റർ 1500 ml ആണ് ഒറിജിനൽ. പക്ഷെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ എന്താണ്? 2, 1 ഇതൊക്കെ എന്തല്ല? ഒറിജിനൽ വാല്യൂ അല്ല. ഒറിജിനൽ വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ്? അവിടെ കോമൺ ആയിട്ട് നമ്മളൊരു മൾട്ടിപ്പിൾ അല്ലെ? കോമൺ മൾട്ടിപ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഏതോ ഒരു നമ്പർ വെച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒറിജിനൽ വാല്യൂ കിട്ടുന്നത്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇവിടെ 1500 ആണ്. 1500 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1500 എന്ന് കിട്ടും. 2ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ലിറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ 3000 ml എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ റേഷ്യോ ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി എന്താണത്? ഒറിജിനൽ വാല്യൂ അല്ല എന്ന് മനസ്സിലാക്കാം. 9 മാസം 1 വർഷം ഇവരുടെ റേഷ്യോ എത്രയാണ്? 3:4 ആണെന്ന് കിട്ടി. ഇനി അടുത്ത നോക്കൂ. 2 kg 1000 ഗ്രാം അല്ലെ? 2 kg 1000 ഗ്രാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 1000 ഗ്രാമിന് kgയിലോട്ട് ചേഞ്ച് ചെയ്യാം. അപ്പൊ 2 kg ഈസ്റ്റു 1 kg എന്ന് കിട്ടും. അപ്പൊ kgയും ക്യാൻസൽ ചെയ്ത റേഷ്യോ എന്ത് കിട്ടും? 2:1 ആണെന്ന് കിട്ടി. ഓക്കെ, അടുത്ത 2-3 ക്വസ്റ്റ്യൻസ് നോക്കൂ. എ എന്ന് പറയുന്നത് ഈക്വൽ ടു 15 ആണ്, ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 45 ആണ്. എങ്കിൽ A:B എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. A:B എന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? A:B എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു A എത്രയാണ്? 15, B എന്ന് പറയുന്നത് 45. അപ്പൊ 15:45 എന്ന് കിട്ടി. നമുക്ക് 5 വെച്ച് ആദ്യം ക്യാൻസൽ ചെയ്ത് നോക്കാം. കോമൺ ആയിട്ട് 5 15-ൽ എത്ര തവണ പോകും? 3 തവണ പോകും. എഗെയിൻ 45-ൽ എത്ര തവണ പോകും? 9 തവണ 5 പോകും. അപ്പൊ 3:9 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന് ചുരുക്കാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലെ? 3-ല് 1 തവണ പോകും, 9-ല് 3 തവണ പോകും. അപ്പൊ 1:3 എന്നാണ് A:B കിട്ടുക. 1:3 ആണ് A:B കിട്ടുക. നമുക്ക് ഒരേടി 15 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 തവണ 15 പോകും, 45-ല് 3 തവണ 15 പോകും. ഒരേടി നമുക്ക് 15 ക്യാൻസൽ ചെയ്യാം. അതറിയാത്ത ആൾക്കാര് ചെറിയ നമ്പേഴ്സ് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഫൈനലി ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? പറ്റില്ല. 1:3 അല്ലെ? 1:3 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ രൂപമാണ്. ഇനി ഇതിൽ നമുക്ക് കോമൺ മൾട്ടിപ്പിൾസ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:3 ആണെന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A = 42, B = 35 എങ്കിൽ A:B എത്ര? ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ A:B എന്ന് പറഞ്ഞാൽ എന്താണ്? A:B എന്ന് പറയുന്നത് ഈക്വൽ ടു 42:35. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ അറിയണം 7ന്റെ മൾട്ടിപ്പിളിൽ വരും. 42ഉം വരും, 35ഉം വരും. അപ്പൊ നമുക്ക് 7 വെച്ച് ക്യാൻസൽ ചെയ്യാം. 42-ൽ 7 എത്ര തവണ പോകും? 6 തവണ പോകും. 7 35-ൽ 5 തവണ പോകും. ഓക്കെ, അപ്പൊ A:B എന്ന് പറഞ്ഞാൽ എത്രയാന്ന് കിട്ടി? 6:5 ആണ് അല്ലെ? 6:5 ആണ് A:B. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. 6-ലും 5-ലും കോമൺ ആയിട്ട് നമുക്ക് എടുക്കാനൊന്നുമില്ല. അപ്പൊ A:B എന്ന് പറയുന്നത് 6:5 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇത്ര നേരം നമ്മൾ 2 നമ്പേഴ്സ് വെച്ചാണ് കമ്പയർ ചെയ്തത്. ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. P എന്ന് പറയുന്നത് 1000, Q എന്ന് പറയുന്നത് 2500,
R എന്ന് പറയുന്ന 1500, P/Q/R എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എടുത്ത് ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എടുത്ത് വേണം ക്യാൻസൽ ചെയ്യാൻ. ഇപ്പൊ രണ്ടെണ്ണത്തിൽ സെയിം ആയിട്ട് നമുക്ക് നമ്പേഴ്സ് ഉണ്ട്. മൂന്നാമത് ഇപ്പൊ ഒരു ഇതിൽ നമ്മൾ എടുക്കുകയാണ്, നോക്കൂ, 1000, 2500, 1500. ഇവിടെ 1500 പകരം 1225 എന്നൊക്കെ തന്നു കഴിഞ്ഞാല് നമുക്ക് 100 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? കോമൺ ആയിട്ട് പറ്റില്ല. രണ്ടെണ്ണം മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മൂന്നിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത്. മൂന്നിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ റേഷ്യോ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ എന്താണ് വരിക, P/Q/R എന്ന് പറഞ്ഞ് ഈക്വൽ ടു 1000/2500/1500. ഓക്കെ, നമ്മൾ എങ്ങനെ ഇതിനെ ചെറുതാക്കുന്നു? സീറോസ് രണ്ടെണ്ണം നമുക്ക് ക്യാൻസൽ ചെയ്യാം. മൂന്നിലും സീറോസ് വരുന്നുണ്ട്, അപ്പൊ രണ്ട് സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്തു. 10:25:15. ഇനി നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 10ല് 2 തവണ, 25ല് 5 തവണ, 15ല് 3 തവണ. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ റേഷ്യോ? P/Q എന്ന് പറയുന്നത് 2:5:3 ആണെന്ന് കിട്ടി. അപ്പൊ P/Q/R എത്രയാണ്? 2:5:3. നമ്മൾ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു A/B എന്ന് പറഞ്ഞാൽ എന്താണ്? A/B ആണ് അല്ലെ? നോക്കൂ, A/B എന്ന് പറഞ്ഞാൽ എന്താണ്? A/B ആണ്. X/Y എന്ന് പറഞ്ഞാലോ? X/Y എന്ന് പറഞ്ഞാൽ X/Y അല്ലെ? അപ്പൊ 1:3 എന്ന് പറഞ്ഞാലോ? 1:3 എന്ന് പറഞ്ഞാൽ 1/3. 3:1 എന്ന് പറഞ്ഞാൽ 3/1 അല്ലെ? അതേപോലെ M/N എന്ന് പറഞ്ഞാൽ എന്താ? M/N. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ റേഷ്യോസ് തന്നു കഴിഞ്ഞാൽ അതിനെ A/B രൂപത്തിൽ എഴുതാൻ അറിയണം. അതേപോലെ തന്നെ A/B രൂപത്തിൽ നമുക്ക് തന്നാലോ 2/3 എന്ന് പറഞ്ഞ് തന്നാൽ നമുക്ക് എന്താ എഴുതാൻ അറിയണം? അതിനെ ഇങ്ങനെ എഴുതാമെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാം അല്ലെ? അപ്പൊ 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2:3 ആണ്. 4/5 എന്ന് പറഞ്ഞാൽ എന്താ? 4:5 ആണ്. 3/2 എന്ന് പറഞ്ഞാലോ? 3:2 ആണ്. 11/2 എന്ന് പറഞ്ഞാൽ എന്താ? 11:2 ആണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ, അതായത് റേഷ്യോ തന്നു കഴിഞ്ഞാൽ A/B രൂപത്തിലും A/B തന്നു കഴിഞ്ഞാൽ റേഷ്യോ രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യണം? എഴുതാന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ റേഷ്യോയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് റേഷ്യോ, അതായത് അനുപാതം എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യ ആവരുത് എന്നുള്ളത്. അതായത് A/B ആ റേഷ്യോ നമുക്ക് തരുന്നത് 1/3:2/9. നോക്കൂ, ഇത് ഭിന്നസംഖ്യകളുടെ റേഷ്യോ ആണ്. അപ്പൊ ഒരിക്കലും റേഷ്യോസ് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ റേഷ്യോസ് നമ്മൾ ക്വസ്റ്റ്യനിൽ എടുക്കാൻ പാടില്ല. റേഷ്യോ ഇങ്ങനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സാധാരണ റേഷ്യോ ആയിട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഇപ്പൊ A/B 1/3:2/9 നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സാധാരണ റേഷ്യോ ആയിട്ട്, സാധാരണ നമ്പേഴ്സിന്റെ റേഷ്യോസ് എഴുതാനായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് 1 × 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 അല്ലെ? 9:3:2 ചെയ്യാം. 3 × 2 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ A/B എന്ന് പറഞ്ഞാൽ 9:6. എത്രയാണത്? 9:6 എന്ന് പറഞ്ഞാൽ 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3, 6ല് 2, അപ്പൊ 3:2 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഭിന്നസംഖ്യയുടെ റേഷ്യോ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ആ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ നമ്പേഴ്സിന്റെ റേഷ്യോ ആയിട്ട് ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 1/3:2/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ നമ്മൾ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. 1/5:3/15 എന്ന് തന്നു കഴിഞ്ഞാൽ 1/5:3/15. ഇതിനെങ്ങനെ എഴുതാം? 1 × 15 എന്ന് ആദ്യം ചെയ്യാം. 1 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 തന്നെയാണ്. 15:5 × 3. 5 × 3 എന്ന് പറഞ്ഞാൽ 15. 15:15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1:1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:1 ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും റേഷ്യോസ് നമുക്ക് ഫ്രാക്ഷൻസിലായിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സാധാരണ റേഷ്യോ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. 1/6:5/12. ഇതിനെങ്ങനെ ചെയ്യാം? 1 × 12 എത്രയാണ്? 12:6 × 5 എത്രയാണ്? 30 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 6 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലെ? 6 ഇതിൽ 2 ടൈംസ് പോകും. ഇതിൽ എത്ര തവണ പോകും? 6
5 ടൈംസ്. അപ്പൊ 2:5 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് രണ്ട് റേഷ്യോസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കമ്പൈൻഡ് റേഷ്യോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാം. A:B എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. A:B എന്ന് പറയുന്നത് 4:5 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ B:C എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 3:2 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ A:B:C കാണുക. ഓക്കെ, നമുക്ക് രണ്ട് റേഷ്യോസ് തന്നിട്ട് A:B:C കാണാൻ പറഞ്ഞ അവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? കമ്പൈൻഡ്. ഈ രണ്ട് റേഷ്യോസിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ റേഷ്യോ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. A:B:C ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പല രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ട് റേഷ്യോ, അതായത് A:B:C മൂന്നെണ്ണേ ഉള്ളെങ്കിൽ ഒരു രീതി, A:B:C:D തരുമ്പോ, അതുപോലെ തന്നെ A:B:C:D:E തരുമ്പോ, അങ്ങനെ പല ഓരോ റേഷ്യോസ് കൂടുന്നതിനനുസരിച്ച് പല രീതിയിലും പല ആൾക്കാർ സോൾവ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് A:B:C ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള എന്തൊക്കെയാണ്? A:B 4:5. അപ്പൊ അത് നേരെ നമ്മൾ A:B താഴെ എഴുതാം. A:B എത്രയാണ്? 4:5 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് B:C എത്രയാണ്? 3:2. 3:2 നമ്മൾ എന്ത് ചെയ്യാ? നേരെ അതിന്റെ താഴെ B:C ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 3:2 എന്ന് അതിന്റെ താഴെ എഴുതി. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കുമ്പോ കാണാം രണ്ട് സ്പേസ് ഉണ്ട് അല്ലെ? ഇവിടെയും ഒരാൾ വരാനുണ്ട്, ഇവിടെയും ഒരാൾ വരാനുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ തൊട്ട് അടുത്ത നമ്പർ ഏതാണോ അത് നമ്മൾ അവിടെ കൊടുക്കുക. അതായത് ഇതിന്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ്? ആ റോയിലുള്ളത് 5 ആണ് അല്ലെ? അതേപോലെ ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത ഏതാണ്? 3 ആണ് അല്ലെ? 3. അപ്പൊ 3 നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈസി ആണ്. ഇനി എങ്ങനെയാ നമുക്ക് കണ്ടാൽ മതി? എയുടെ കാണാനായിട്ട് ഇതിന്റെ താഴെയുള്ളത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. അതായത് 4x3 ചെയ്യാം. എത്രയാണ്? 4x3 എന്ന് പറഞ്ഞാൽ 12. ഈസ്റ്റു ബിയുടെ കാണാൻ 5x3 ചെയ്യാം. എത്രയാണ്? 5x3 15. ഈസ്റ്റു സിയുടെ കാണാൻ 5x2 10. ഓക്കെ, 12:15:10 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ എടുത്ത് ചെയ്യാൻ പറ്റുമോ? 12ലും 15ലും 3 എടുത്ത് ചെയ്യാം. പക്ഷെ 10ലും നമുക്ക് 3 എടുത്ത് ചെയ്യാൻ പറ്റില്ല. 12ലും 10ലും നമുക്ക് 2 എടുത്ത് ചെയ്യാം. പക്ഷെ 15ല് 2 എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫൈനലി എന്താണ്? A:B:C. ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റില്ല. A:B:C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12:15:10 എന്ന് കിട്ടി. അതേസമയം ഇനി നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ E:D പറഞ്ഞിട്ട് ഇതിന്റെ താഴെ എഴുതിയിട്ട് ഈ സെയിം രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാം. ഓക്കെ, അതിന്റെ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ പറയാം. 4 റേഷ്യോസ് വന്നാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഇത് 3 റേഷ്യോസ് ഉള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റേഷ്യോസ് നമുക്ക് തരും. ആ 2 റേഷ്യോസ് നമ്മൾ എഴുതി അതിനുശേഷം ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ തൊട്ടടുത്ത നമ്പറെ പ്ലേസ് ചെയ്തു. അതിനുശേഷം A കാണാനായിട്ട് 4 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, B കാണാനായിട്ട് 5 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, C കാണാനായിട്ട് 5 2 കൂടെ മൾട്ടിപ്പിൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇതേ ടൈപ്പിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. x:y = 2:3, y:z = 1:4. x:y:z ആണ് കാണേണ്ടത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എന്താണ് കാണേണ്ടതെന്ന് എഴുതാ. x:y:z ആണ് നമുക്ക് കാണേണ്ടത്. x:y നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 2:3 തന്നിട്ടുണ്ട്. അപ്പൊ 2:3 എക്സിന്റെയും വൈയുടെയും താഴെ എഴുതി. y:z എത്രയും നമുക്ക് തന്നിട്ടുള്ളത്? 1:4. അപ്പൊ 1:4 നമ്മൾ ഇവിടെ എഴുതി. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ താഴെയും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കാണുന്നത്? അതിന്റെ അടുത്തുള്ള നമ്പർ ഏതാണ്? 3. അപ്പൊ ഇവിടെ 3 എന്ന് എഴുതി. ഇതിന്റെ അടുത്ത നമ്പർ ഏതാണ്? 1. അപ്പൊ 1 ഇവിടെ എഴുതി. ഇനി എക്സിന്റെ കാണാൻ എന്ത് ചെയ്താൽ 2x1 എത്രയാണ്? 2. 3x1 എത്രയാണ്? 3:3:4 എത്രയാണ്? 12. അപ്പൊ x:y:z എത്രയാണ് കിട്ടി? 2:3:12 ആണെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A:B എന്ന് പറയുന്നത് 4:5 ആണ്. B:C എന്ന് പറഞ്ഞ് 1:2 ആണ്.
A is to B is to C എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കേണ്ടത് A is to B is to C എഴുതി. അതിനുശേഷം എന്താണ്, A is to B നമുക്ക് തന്നിട്ടുണ്ട് 4:5. അപ്പൊ 4:5 നമ്മൾ താഴെ എഴുതി. അതിനുശേഷം എന്താ തന്നിട്ടുള്ളത്, B is to C എത്രയാണ്, 1:2 തന്നിട്ടുണ്ട്. അതിന്റെ താഴെ 1:2 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് സ്പേസിൽ എന്ത് ചെയ്യാം, അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്, 5 ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത നമ്പർ ഏതാണ്, 1, അത് ഇവിടെ കൊടുത്തു. ഇനി എയുടെ റേഷ്യോ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 4:1 എത്രയാണ്, 4:5 × 1 എന്ന് പറഞ്ഞാൽ 5:5 × 2 എന്ന് പറയുമ്പോൾ 10. അപ്പൊ A is to B is to C എത്രയെന്ന് കിട്ടി, 4:5:10 എന്ന് കിട്ടി. ഇതിനേക്കാളും ഇനി നമുക്ക് ചുരുക്കാൻ പറ്റുമോ, 5 വെച്ചോ 2 വെച്ചോ 3 വെച്ചോ ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ഫൈനൽ ആയിട്ട് വരുന്ന ആൻസർ ഏതാണ്, A is to B is to C എന്ന് പറഞ്ഞാൽ 4:5:10 ആണ്. ഓക്കെ, അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. X is to Y എന്ന് പറഞ്ഞാൽ 7:2 ആണ്. Z is to Y, ഇവിടെ ഇത്രയും നേരം നമുക്ക് എന്താ ചെയ്തത്, ആ ഒരു ഓർഡറിലാണ് നമുക്ക് X is to Y, Y is to Z എന്നാ തന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, Z is to Y ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് X is to Y is to Z കാണണമെങ്കിൽ, X is to Y is to Z കാണണമെങ്കിൽ ആദ്യം X is to Y എഴുതാം. എത്രയാണ്, 7:2 എന്ന് എഴുതി. ഇനി നമുക്ക് Y is to Z ആണ് കാണേണ്ടത്. ഇവിടെ എന്താണ്, Z is to Y ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ Y is to Z ആക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, Y is to Z ആക്കാന്ന് പറഞ്ഞാല് നേരെ ഈ റേഷ്യോന് തിരിച്ചെഴുതിയാൽ മതി. 4:9 എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ച് ഇൻവേഴ്സ് കാണാം. എത്രയാണ്, 9:4. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുത്ത് 4:9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് Z is to Y ആണ്. നമുക്ക് കാണേണ്ടത് എന്താ, Y is to Z ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നേരെ അതിന്റെ ഇൻവേഴ്സ് 9:4 ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, Y is to Z എന്നത് 9:4 ആണെന്ന് എടുത്തു. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഇവിടെയുള്ള നമ്പർ ഏതാണ്, അതിന്റെ തൊട്ടടുത്ത നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ 9 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി 7 × 9 എത്രയാണ്, 63 ഈസ്റ്റു 2 × 9 എന്ന് പറഞ്ഞാൽ 18 ഈസ്റ്റു 2 × 4 എത്രയാണ്, 2 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 63:18:8. X is to Y is to Z എന്നാണ് 63:18:8 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 4 റേഷ്യോസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. A is to B എന്ന് 2:3 തന്നിട്ടുണ്ട്. B is to C എന്ന് 2:7 തന്നിട്ടുണ്ട്. C is to D എന്ന് 5:1 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് A is to B is to C is to D ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ A is to B is to C is to D ഉണ്ട്. ഇനി എന്ത് മതി, A is to B തന്നിട്ടുണ്ട് 2:3. 2:3 നമ്മൾ താഴെ എഴുതി. അതിനുശേഷം B is to C 2:7 തന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ 2:7 എന്ന് എഴുതി. ഇനി C is to D എത്രയാണ്, 5:1 അത് നമ്മൾ അതിന്റെ തൊട്ട് താഴെ എഴുതി. ഇനി നമുക്ക് എത്ര സ്പേസ് ഉണ്ട്, ഇവിടെ 2 ആൾക്കാർ വരാനുണ്ട്, ഇവിടെ ഒരാൾ വരാനുണ്ട്, ഇവിടെ ഒരാള്, ഇവിടെയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും സ്പേസ് കംപ്ലീറ്റ് ചെയ്യണം. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്പേസിൽ കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, തൊട്ടടുത്ത നമ്പർ എത്രയാണ്, 3. അതേപോലെ ഈ സ്പേസ് കണ്ടുപിടിക്കാൻ ഇതിന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്, 3. അതേപോലെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തൊട്ടടുത്ത നമ്പർ 7. ഇത് കണ്ടുപിടിക്കാൻ തൊട്ടടുത്ത നമ്പർ ഏതാ, 2. അതിവിടെ എഴുതി. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, തൊട്ടടുത്ത നമ്പർ 5. ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ, ഇതിന്റെ തൊട്ടടുത്ത നമ്പർ 5. ഓക്കെ, അപ്പൊ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ എയുടെ കണ്ടുപിടിക്കാൻ എയുടെ ഭാഗത്തുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാണ്, 5 × 2 × 2 അല്ലേ, 5 × 2 × 2 ഈസ്റ്റു 3 × 2 × 5 ഈസ്റ്റു 3 × 7 × 5 ഈസ്റ്റു 3 × 7. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ഇങ്ങനെ എഴുതുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ഇതിൽ എല്ലാത്തിനും കോമൺ ഉണ്ട്, ഇവിടെ 3 ഇല്ല. 5 ഇതിൽ 3ലും കോമൺ ഉണ്ട്, ഇവിടെ 5 ഇല്ല. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന ഒരു നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിന് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10. 10 × 2 എന്ന് പറയുമ്പോൾ 20. അപ്പൊ 20 ഈസ്റ്റു 5 × 2 എന്ന് പറയുമ്പോൾ 10. 10 × 3 എന്ന് പറയുമ്പോൾ 30. 30 ഈസ്റ്റു 7 × 3 എന്ന് പറയുമ്പോൾ 21. 21 × 5 എന്ന് പറയുമ്പോൾ എത്ര വരും, 105. 105 ഈസ്റ്റു 3 × 7 എന്ന് പറയുമ്പോൾ 21. അപ്പൊ A is to B is to C is to D എത്രയാണെന്ന് കിട്ടി, 20 is to 30 is to 105 is to 21 ആണെന്ന് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. A is to B equal to 2 is to 5, B is to C equal to 4 is to 5, C is to D equal to 1 is to 5. അപ്പൊ A is to B is to
C/D എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എന്താണെന്ന് കമന്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. x/y = 1:3, z/y = 3:2, w/z = 4:5, x/y/z/w എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ ചെയ്യാം? x എഴുതാ, y എഴുതാ, z എഴുതാ, w എഴുതാം. നമുക്ക് x/y എത്ര തന്നിട്ടുണ്ട്? 1:3 തന്നിട്ടുണ്ട്. അത് അതിന്റെ താഴെ എഴുതി. y/z എത്രയാണ്? നമുക്കിവിടെ z/y ആണ് 3:2. അപ്പൊ നമുക്ക് y/z എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് തിരിച്ചെഴുതിയാൽ മതി. 3:2 തിരിച്ചെഴുതുമ്പോൾ കിട്ടും 2:3. അപ്പൊ y/z എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2:3 എന്ന് കിട്ടി. ഇനി എന്താണ് z/w? നമുക്കിവിടെ w/z തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ z/w എഴുതണം. z/w എന്താണ്? ഇതിന് തിരിച്ചെഴുതുക. എത്രയാണ്? 5:4. അപ്പൊ 5:4 എന്നുള്ളത് ഇതിന്റെ താഴെ 5:4 എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ z ഇവിടെ കാണാനായിട്ട് ഇതിന്റെ തൊട്ടടുത്ത നമ്പർ എന്താണ്? 3. അതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് അതിന്റെ തൊട്ടടുത്ത നമ്പർ 3. ഇനി ഇവിടെ കാണാനായിട്ട് തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3. ഇവിടെ എത്രയാണ് തൊട്ടടുത്ത നമ്പർ? 2. ഇനി ഇവിടെ 5 വരും, ഇവിടെയും 5 വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ. എക്സിന്റെ കാണാൻ 1 × 2 × 5 എത്രയാണ്? 10 എന്ന് വരും. ഇനി അടുത്ത y കാണാൻ 3 × 2 × 5 എത്രയാണ്? 30 എന്ന് കിട്ടും. z/ന്റെ കാണാൻ 3 × 3 × 5 എത്രയാണ്? 9 × 5 എന്ന് പറയും. അത് 45. 3 × 3 × 4 എത്രയാണ് വരും? 36 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ചെറിയ രൂപം. അപ്പൊ x/y/z/w എത്രയാണ്? 10:30:45:36 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ക്വസ്റ്റ്യന്. a/b എന്നത് 5:3 എന്നും b/c 2:7 തന്നിട്ടുണ്ട്. a/c മാത്രമേ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. a/c കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ a/b/c കാണാം. a/b/c കാണാൻ എത്രയാണ്? 5:3 a/b ആയിട്ട് എഴുതാം. b/c എത്രയാണ്? 2:7 എഴുതി. ഇനി a/bc കാണാൻ എത്ര എന്ത് ചെയ്താൽ മതി? ഇതിന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 3. ഇതിന്റെ തൊട്ടടുത്ത നമ്പർ 2 ഫിൽ ചെയ്തു. a കാണാനായിട്ട് 5 × 2 എത്രയാണ്? 10. 3 × 2 b എത്രയാണ്? 6 അല്ലെ? ഇതിന് c 3 × 7 എത്രയാണ്? 21. അപ്പൊ a/b/c എത്ര നമുക്ക് കിട്ടി? 10:6:21 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? a/c ആണ്. അപ്പൊ ഈ ഭാഗം എയുടെയും സിയുടെയും കണ്ടാൽ മതി. എത്രയാണ്? a/c എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10:21. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ a/c എന്ന് പറഞ്ഞാൽ 10:21 എന്ന് കിട്ടി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേതും അവസാനത്തേതും എയും സിയും, എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, സി എന്ന് പറഞ്ഞാൽ അവസാനത്തെ. എയും സിയും ആദ്യത്തെയും അവസാനത്തെയും കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഒരു a/c കാണേണ്ട കാര്യമില്ല. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്താൽ മതി? അടുത്തടുത്തായിട്ട് എഴുതാം. അതായത് 5:3 a/b, 5:3 b/c എന്ന് പറഞ്ഞാൽ 2:7. ഇങ്ങനെ അടിയില് രണ്ടെണ്ണം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ. 5 × 2 എന്ന് പറഞ്ഞാൽ 10, 3 × 7 എന്ന് പറഞ്ഞാൽ 21. അപ്പൊ a/c എന്ന് പറഞ്ഞാൽ 10:21 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇനി നമുക്ക് ഇനി ഒരു നമ്പർ കൂടി ഉണ്ടെന്ന് വെക്കാം. അതായത് c/d എന്ന് പറയുന്നത് 1:3 എന്ന് ഉണ്ടെന്ന് കരുതുക. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? a/c അല്ല ചോദിക്കാം, a/d ആയിരിക്കും ചോദിക്കാം. അപ്പൊ a/d കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മള് a/b ആദ്യം എഴുതും 5:3, അതിനുശേഷം b/c എഴുതും 2:7 എന്നതിന്റെ താഴെ എഴുതി. c/d നമ്മൾ 1:3 എന്ന് എഴുതി. ഇനി a/d കാണാനായിട്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 എന്ന് കിട്ടും. 3 × 3 9, 9 എത്രയാണ്? 63. 10:63 ആണ്. നമുക്ക് ഡയറക്റ്റ് a/d കാണാൻ പറഞ്ഞാൽ ചെയ്താൽ മതി. ഓക്കെ, ഇതെന്താണ്? a/d ആണ്. ഇതെന്താണ്? a/c ആണ്. ഇനി d അല്ല, ഇനി മറ്റൊരു നമ്പർ കൂടി ഉണ്ട് e എങ്കിൽ ഒരു സ്റ്റെപ്പില് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഇവിടെ വന്നിട്ട് അതും ഇതിന്റെ കൂടെ ചേർത്തിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറിന്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് എല്ലാ റേഷ്യോസും കാണാതെ ആ രണ്ടെണ്ണം മാത്രം കാണാനായിട്ട് തന്നിട്ടുള്ള റേഷ്യോസുകൾ താഴെ എഴുതിയിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. a/b 1:2 തന്നിട്ടുണ്ട്, c/d 6:1 തന്നിട്ടുണ്ട്, b/c 4:5 തന്നിട്ടുണ്ട്,
A:D ആണ് കാണേണ്ടത്. അപ്പൊ A:D കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊക്കെ ചെയ്ത പോലെ A:B:C:D ഒന്നും കാണണ്ട. A എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റും D എന്ന് പറയുന്നത് ലാസ്റ്റ് എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡറിൽ നമ്മൾ എഴുതണം അല്ലേ. A:B അത് എത്രയാണ് 1:2 എഴുതി. B:C എത്രയാണ് 4:5 അത് അതിന്റെ താഴെ എഴുതി. C:D എത്രയാണ് 6:1 എന്ന് എഴുതി. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും A:D ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് A:D കാണാൻ എന്ത് മതി മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ. 1 × 4 × 6 എത്രയാണ് 6 4 24 എന്ന് വരും. 2 × 5 എത്രയാണ് 10 എന്ന് വരുമ്പോ അപ്പൊ A:D എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി നമുക്ക് 24:10 എന്ന് കിട്ടി. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിന്റെ ഈ ഒരു ടോപ്പിക്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോടൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, താങ്ക് യു.